എക്സ്ട്രീംലി ജനറസ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. ആ ഗലാത്യയിലുള്ള സഭയിലെ ജനങ്ങൾ വളരെയധികം കരുണയും ദയയും ഒക്കെ ഉള്ളവരാണ്. പൗലോസിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗലീഷ്യൻസ് 4:12-15 ആരെങ്കിലും ഒന്ന് വായിക്കുമോ? ഇതൊന്നും നമ്മുടെ ഇൻട്രഡക്ഷനായിട്ട് പറയുന്നേ ഉള്ളൂ. നമ്മള് ഒന്നാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആക്കിയാൽ നിങ്ങളും എന്നെ പോലെ ആക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നെയോ വെറുപ്പുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമാനെന്ന് ഞാൻ സാക്ഷി. കണ്ണ് വരെ ചൂഴ്ന്നു കൊടുക്കും. അത്രയും സ്നേഹം ഉള്ളവരായിരുന്നു ഗലാത്യ സഭയിലെ വിശ്വാസികൾ. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് കർത്താവിദാസൻ ഈ ലേഖനം എഴുതുന്നതെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിദാസൻ കർത്താവ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവിടെ കീർത്തിച്ചിട്ടുണ്ട്. അവരത് വിശ്വസിച്ച് കൈക്കൊണ്ടു. അതിന്റെ മൂലമായിട്ട് അവർ ഹോളി സ്പിരിറ്റിനെ പ്രാപിച്ചു എന്ന് ഗലാത്യർ 3:1-2 വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് വായിക്കാമോ? ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പ് വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് കേൾക്കുവാൻ ഇച്ഛിക്കുന്നു. 3:1-2 ഇതൊന്നു മാത്രം നിങ്ങൾ കേൾപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്. O foolish Galatians, who has bewitched you, it was before your eyes that Jesus Christ was publicly portrayed as crucified. അപ്പം അങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അദ്ദേഹം പ്രസംഗിച്ചത് കൊണ്ട് അവര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ അന്യഭാഷയിൽ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ഒരു സ്വഭാവമായിരുന്നു, ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പെന്തക്കോസ്തുകാര് പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യമല്ല ഈ അന്യഭാഷാ ഭാഷണം എന്ന് പറയും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധനയൊക്കെ അവര് നടത്തിയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സഭയ്ക്കകത്തില് ട്രബിൾ മേക്കേഴ്സ് കടന്നു വരികയാണ്. സഭയെ തെറ്റിക്കുവാനായിട്ട് കടന്നു വരുന്ന കുറച്ച് ആൾക്കാർ. അവര് പറയുകയാണ്, നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ കൺവേർട്ട് ചെയ്തു ഈ ദൈവസഭയിലേക്ക് വന്നപ്പോൾ, ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തൊക്കെയോ ചില കുറവുകളുണ്ട്. അത് അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. സർക്കംസിഷൻ വേണം, എങ്കിൽ മാത്രമേ അബ്രഹാമിക്ക് ബ്ലെസ്സിങ്സിലൂടെ കിട്ടുന്ന ആ അനുഗ്രഹത്തിന് നമ്മൾ എങ്കിൽ മാത്രമേ അതിന് യോജിക്കുന്നവരായി തീരത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് പങ്കാളികൾ ആയി തീരത്തുള്ളൂ എന്ന് പറയുന്ന അനുഭവം. പിന്നെ അവർ പറയുകയാണ് ശാബത്തിന്റെ അനുസരിക്കണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഈ ബലഹീന മനസ്സിനെ സ്വാധീനിക്കുന്നത് ആണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ അങ്ങനെയുള്ള ഒരു ഓഡിയൻസിനെ കാണുന്നത്. അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഭഗീരഥ പ്രയത്നം, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് കർത്താവിന്റെ ദാസൻ പൗലോസ് അപ്പോസ്തലൻ ഈ ഗലാത്യ ലേഖനം എഴുതുന്നതിലൂടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ തെറ്റിച്ചു. തീർത്തും ഇതൊരു മിക്സ്ഡ് ജൂവിഷ് കൾച്ചറും ക്രിസ്ത്യൻ കൾച്ചറും എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റി. ടോട്ടൽ മെസ്സപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഹല്ലേലൂയ. ടോട്ടൽ മെസ്സപ്പ്. ഒരു ജൂവിഷ് എലിമെന്റ്സിനെ മുഴുവനും ഇപ്പൊ ഗലാത്യ സഭയിലോട്ട് ചെന്നു കഴിഞ്ഞാൽ, ഗലാത്യ സഭയിലെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവർ യഹൂദന്മാരാണോ അല്ലെങ്കിൽ
ക്രിസ്ത്യൻ ഫോളോവേഴ്സ് ആണ്. അതുപോലെയുള്ള ആചാരങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ഈ ട്രബിൾ മേക്കേഴ്സ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതിനവർ കണ്ടെത്തിയ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, യെരുശലേം സഭയുടെ മേലധികാരികളായ ദേവദാസന്മാർ, അപ്പോസ്റ്റൽ, റിയൽ അപ്പോസ്റ്റൽ എന്ന് അവർ വിളിക്കുന്നത്, ഈ ട്രബിൾ മേക്കേഴ്സ് അവരെ വിളിക്കുന്നത് റിയൽ അപ്പോസ്റ്റൽസ് എന്ന്. ആരൊക്കെയാണ്? 11 അപ്പോസ്റ്റൽ. ആ അപ്പം പത്രോസ് മുതൽ ഇങ്ങോട്ടുള്ള ശിഷ്യന്മാരെയാണ് അവർ അപ്പോസ്റ്റലിനായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. പൗലോസിനെ അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഈ പത്രോസിൽ നിന്നൊക്കെ പ്രത്യേകമായ അനുവാദം മേടിച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങള് പത്രോസിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു, അല്ലെങ്കിൽ യെരുശലേം സഭയിലെ ദേവദാസന്മാരോട്, അപ്പോസ്റ്റലന്മാരോട് ഞങ്ങൾ സംസാരിച്ചു, ഇതിന്റെ ക്ലാരിറ്റി ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. എന്താ വേണം? സഭയിൽ സർക്കംസിഷൻ, സഭയിൽ സർക്കംസിഷൻ വേണം, സഭയിൽ ശാബത്ത് വേണം. അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ സഭയ്ക്കകത്തിലേക്ക് അങ്ങ് വേരിറക്കി. ആ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ ഇവരെ തിരിച്ചു കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത്. അപ്പൊ അതിനകത്തിൽ അദ്ദേഹത്തിന് വലിയ നിലപാടുകൾ കൈക്കൊള്ളേണ്ടതായിട്ട് വന്നു. നിലപാടുകൾ എന്ന് പറഞ്ഞാൽ പത്രോസിനെ പോലുള്ള ദേവദാസന്മാരോട് കയർക്കേണ്ടി വന്നു. വലിയ ഷണ്ട പോലെയുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം, അതൊക്കെ നമ്മൾ തിരുവചനത്തിൽ ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ വായിച്ചു നിർത്തിയത് 5-ാമത്തെ വാക്യം വരെയായിരുന്നു. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. അപ്പം അദ്ദേഹത്തിന്റെ വിഷമമാണ് ഓരോ ദൈവവിശ്വാസികൾക്കും ഉണ്ടാകേണ്ട ഒരു ആകുലത, ഒരു ആങ്സൈറ്റി ആയിരിക്കണം. എന്തുവാ? ഫെലോ ക്രിസ്ത്യനായിട്ടുള്ള ആള് വേറൊരു സുവിശേഷത്തിലോട്ട് മറിയുമ്പോ നമ്മളെല്ലാം എന്തോ ചെയ്യണം? നമുക്കൊരു ആശ്ചര്യം ഉണ്ടാകണം. അല്ലല്ലേ? ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്ന് മാറി, ക്രിസ്തു പഠിപ്പിച്ച ടീച്ചിങ്സിൽ നിന്ന് എല്ലാം മാറി വേറൊരു സുവിശേഷം നടത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. അതിലോട്ട് പോകുമ്പോൾ നമുക്ക് ആശ്ചര്യം ഉണ്ടാകണം, നമുക്ക് വേദന ഉണ്ടാകണം. കർത്താവിന്റെ ദാസൻ പൗലോസ് അപ്പോസ്തലന് ആ വേദന ഉണ്ടായി. എന്താന്ന് ചോദിച്ചാൽ, ആരാ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനല്ല ക്രൂശിക്കപ്പെട്ടത്, ക്രിസ്തു അത്ര ക്രൂശിക്കപ്പെട്ടു. അപ്പൊ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോ സർക്കംസിഷൻ ചെയ്തെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിലേ, ഈ പാവപ്പെട്ടവരെ പറഞ്ഞ് മനസ്സിലാക്കിയേക്കുക, സർക്കംസിഷൻ വേണം, ശാബത്ത് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിന്റെ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കണ്ടപ്പോ, അയ്യോ, അപ്പൊ പിന്നെ കർത്താവിന്റെ ക്രൂശിലെ മരണത്തിന് യാതൊരു പ്രാധാന്യമില്ല. നിന്റെ സർക്കംസിഷൻ ആണോ നിന്നെ രക്ഷിക്കുന്നത്? നിന്റെ ശബത്തിന്റെ ആചരണമാണോ നിന്നെ രക്ഷിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങ് ആശ്ചര്യമായി, അദ്ദേഹത്തിന് അങ്ങ് വേദനയായി. അയ്യോ, പിന്നെ എന്തിനാ ഈ കർത്താവ് ഈ സകല മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത്? നമ്മുടെ ഓരോ ആചാരങ്ങളും നമ്മളെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിന് ഇഷ്ടമല്ല. നമ്മുടെ ചില ആചാരങ്ങൾ, നമ്മളെ വിട്ടുമാറാത്ത അസ്ഥിയെ പിടിക്കുക എന്ന് പറയുന്ന ചില ആചാരങ്ങളില്ലേ, ആ ആചാരങ്ങൾ ആമേൻ ക്രിസ്തുവിനോട് നമ്മളെ അകറ്റുന്നതാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹം കൂട്ടുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആശ്ചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ, ഒത്തിരി ദൈവത്തോടടുത്ത്, കർത്താവിനോട് അടുത്ത് നിന്ന് കൃപകൾ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ദൈവജനം പെട്ടെന്ന് മാറിപ്പോയി. ഒരാള് നമ്മളുടെ അടുത്തേക്ക് ആധികാരികമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എവിഡൻസ് ബേസ്ഡ് ആയിട്ട്, ഹല്ലേലൂയ, ചിലരെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട്, കർത്താവിന്റെ കൂടെ നടന്ന, ഞങ്ങൾ തൊട്ടതും കേട്ടതും കണ്ടറിഞ്ഞതും രുചിച്ചതുമായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന ആരാ? അപ്പോസ്തലന്മാരല്ലേ? ആ അപ്പോസ്തലന്മാരിൽ നിന്ന് പ്രാപിച്ച സുവിശേഷം പറയുന്നെന്ന് പറഞ്ഞാണ് എന്തൊക്കെയാ കൊണ്ടുവരുന്നത്? സർക്കംസിഷനും ശാബത്തും മുതലായ
ആചാരങ്ങളെ സഭയ്ക്കകത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ആരിൽ നിന്നാ പ്രാപിച്ചേക്കുന്നത്? അപ്പോസ്തലന്മാരെന്ന് പ്രാപിച്ച് പറയുക. അവിടെയാണ് നമ്മൾ ഒരു വലിയ ഡേഞ്ചറിലേക്കാണ് പോകുന്നത് പലപ്പോഴും. അല്ലെ, അതുകൊണ്ടാണ് വചനത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും തിരിഞ്ഞു പോകേണ്ടത്. തിരിഞ്ഞു നോക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടോണ്ട് പോകാൻ വേണ്ടി ഉള്ളവരല്ല ദൈവമക്കളും ക്രിസ്തീയ വിശ്വാസികളും ക്രിസ്ത്യൻ ഫോളോവേഴ്സ്. നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വെരി സിമ്പിൾ, വെരി ലൈറ്റ് ആൻഡ് സോ മച്ച് പവർഫുൾ. ഹല്ലേലൂയ. ഒരു വൺ ലൈനേ ഉള്ളൂ. കാൽവറിയിൽ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു. എന്റെ മരണത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവനുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. അത് സോ മച്ച് പവർഫുൾ ആണ്. അതിന് നീ പൈസ കൊടുക്കണ്ട, മണിക്കൂറുകളോളം നീ നിൽക്കണ്ട. അതിനു വേണ്ടി ഒരു സെക്കൻഡ് പോലും എടുത്തില്ല അത് വിശ്വസിക്കാൻ നമ്മുടെ ക്രൂശിലെ കള്ളൻ, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നിത്യജീവന് വേണ്ടി പറഞ്ഞിരിക്കുന്ന ആ സിമ്പിൾ ആൻഡ് വളരെ എനിഗ്മാറ്റിക് ആയിട്ടുള്ള, വളരെ കളർഫുൾ ആയിട്ടുള്ള, വളരെ എന്താ പറഞ്ഞ നമ്മളുടെ നിത്യജീവനിലേക്ക് നമ്മളെ കടത്തുന്ന പവർഫുൾ മെസ്സേജ്, അതിൽ നിന്നാണ് നമ്മളെ എടുത്തു മാറ്റിയിട്ട് ഓരോരോ ആചാരങ്ങൾ കൊണ്ട് നമ്മുടെ കൈ പിടിപ്പിക്കുക. എന്നിട്ട് ക്രിസ്തുവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക. നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹം പറയാൻ പോകുന്നതെല്ലാം ഈ ആചാരങ്ങൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തവന്മാര് ശപിക്കപ്പെട്ടവനാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. ആചാരാനുഷ്ഠാനങ്ങളില്ലേ? ചില സഭകള് ഈ അടുത്ത സമയത്തൊക്കെ ഓണം വരെ ചർച്ചിനകത്ത് ആചരിക്കാൻ തുടങ്ങി. ഓണം ആചരിക്കുക, ഓണത്തിന് പാട്ട് പാടുക, ഓണം ചർച്ചിനകത്തി കൊണ്ടുവരിക. അങ്ങനെയുള്ളവനെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടോ. ഈ വചനം വളരെ വളരെ ക്ലിയർ ആയിട്ട് എവിഡന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടും നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പേരാണ് സാത്താൻ. ആ സാത്താന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ബുദ്ധിയുള്ള വിവരമുള്ള മനുഷ്യരെ കൊണ്ട് അല്ലെങ്കിൽ പാപം ചെയ്യിപ്പിക്കാൻ അവന് വളരെ ഈസി ആയിട്ട് കഴിയും. വെറും കൾച്ചറിന്റെ പേരിൽ മറ്റുള്ളവരെ ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സമൂഹത്തിലല്ലയോ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഓണം ആചരിക്കുന്നതേ ഉള്ളൂ. അവരാലോചിച്ചത് നിങ്ങൾ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യാനൊന്നും പോകണ്ട, അവരോട് ഒരു കലഹത്തിനും പോകണ്ട. പക്ഷെ നീ ആചരിക്കേണ്ടത് ആമേൻ അത് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ നിനക്ക് ആചരിക്കാൻ പ്രമാണം. ഹല്ലേലൂയ. അവരെ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ മൈക്ക് കെട്ടി അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കാനോ ഒന്നും പോകണ്ട. പക്ഷെ നിന്റെ ചർച്ചിനകത്ത് നിനക്ക് ആചരിക്കാൻ, നിനക്ക് വേണ്ടി മരിച്ചത് ക്രിസ്തു ആണെന്നുള്ള ബോധ്യം നിനക്ക് വേണം. അല്ലെങ്കിൽ കർത്താവിന് സങ്കടം വരുമെന്ന്, കർത്താവ് കരയും, കർത്താവ് വേദനിക്കും. ഹല്ലേലൂയ. അപ്പൊ എന്ത് ഏച്ചു വെച്ചാലും, എന്ത് ഈ ക്രിസ്തുവിന്റെ യാഗത്തോട് ഏത് ആചാരം ഏച്ചു വെച്ച് നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാലും കർത്താവ് പ്രസാദിക്കത്തില്ല എന്നർത്ഥം. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പിന്നെയും എംഫാറ്റിക് ആയിട്ട് ആ
അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റമെന്റിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പവർഫുൾ ആയിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ആ സെന്റൻസ് തന്നെ ആവർത്തിച്ച് കളയും. ചില സമയത്ത് പദങ്ങളുടെ ആവർത്തനമാണ് സംഭവിക്കാറുള്ളത്. ഇവിടെ ആ സെന്റൻസ് തന്നെ വീണ്ടും ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ക്രിസ്തു അറിയിച്ച സുവിശേഷത്തിന് അപ്പുറം ഒരു കാര്യം ചെയ്യരുത്. ഒരു സെന്റൻസ് പോലും എക്സ്ട്രാ ചെയ്യരുത്. ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ക്രിസ്തുവിനെ വേദനിപ്പിക്കും. നമ്മളെ പൊസസ് ചെയ്യുന്ന ആചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനകത്തിൽ ആരെങ്കിലും ഇരിക്കുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പൊസഷൻ കിടപ്പുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് മാറിപ്പോണെങ്കിൽ മാത്രമേ ദൈവത്തിന് സന്തോഷം ഉണ്ടാകത്തുള്ളൂ, കർത്താവിന്റെ സ്നേഹം നമ്മളോട് ഉണ്ടാകത്തുള്ളൂ. അല്ല, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. ഇങ്ങനെ കടികട്ടിയായിട്ടുള്ള തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ദൈവത്തോടെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇല്ല എങ്കിലുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ യഹൂദ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ അവര് നല്ല പണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അത് സഭയ്ക്കകത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നപ്പോൾ അവർക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, സമൂഹത്തിൽ വലിയ ആദരണീയരായ മനുഷ്യരാണ്. അവരെ അവഗണിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അവർ ചില കാര്യങ്ങൾ വന്ന് പറയുന്ന ഉടനെ ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പൊ കണ്ണടച്ച് കളയുക, ആ കുഴപ്പമില്ല പോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ദൈവമക്കളെ, അമ്മേ, സഭയ്ക്കകത്തിലേക്ക് അനാവശ്യമായ ഹല്ലേലൂയ ഒരു ഇന്റർഫിയറൻസ് ആമേൻ സ്തോത്രം ഉണ്ടാകാതിരിക്കാൻ ദൈവങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്തെ അനാവശ്യമായ ഒരു തരത്തിലുള്ള ഉപദേശങ്ങളും കടന്നു വരാതിരിക്കാൻ ദൈവസഭ പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്തിലേക്ക് ട്രബിൾ മേക്കേഴ്സ് കടന്നു വരാതിരിക്കാൻ സഭ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് നമ്മളെ മറിച്ച് കളയും. അയ്യോ, ജെയിംബാസ് അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ച്, ഇതും പഠിപ്പിക്കുന്നത്, അപ്പൊ ഇതാണോ അതാണോ ശരി? ഏതാണ് ശരിയെന്ന് അറിയാൻ ബൈബിള് നോക്കിയാൽ മതി, വേറൊന്നും നോക്കണ്ട. അതിനകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. അല്ലെങ്കിൽ ബൈബിളിൻ പ്രകാരം നമ്മൾ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഞാൻ ഈ അടുത്ത സമയത്തൊക്കെ ഈ നമ്മുടെ പ്രെയർ സെല്ലുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴെല്ലാം പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഡോക്ട്രിനൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ ഒന്നും കൈവെക്കണം. തൊട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ഒന്നിൽ പഠിക്കണം, ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാക്കണം. ഒരു നിഷ്പക്ഷമായ പഠനം ആവശ്യമുണ്ട്. അല്ല എങ്കിൽ അതിൽ തുടരും. ആമേൻ. അങ്ങനെ തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഡോക്ടറിനൽ ആയിട്ടുള്ള ഇഷ്യൂസിനകത്തിലോട്ട് നിങ്ങൾ കൈവയ്ക്കാൻ തുടങ്ങുന്ന ഉടനെ ആമേൻ, ശത്രു ചിലപ്പോൾ നമ്മളെ ഡീവിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ കർത്താവ് ആഗ്രഹിച്ച മെസ്സേജിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുക. അതിൽ കൂടെ ഒരു സമൂഹം മുഴുവനും മാറുന്നത് ഓർക്കണം. അവർ മുഴുവനുമാണ് കറപ്റ്റായി തീരുന്നത്, മെസ്സപ്പായി തീരുന്നത്. കർത്താവിന്റെ ആമേൻ കരുണയ്ക്ക് കാരണമായി തീരാതെ വേണം, കർത്താവിന്റെ കോപത്തിന് കാരണക്കാരായി മാറും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കാം.